ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വലിയ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളെല്ലാവരും നേരിടുന്ന, പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്, കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേരെ ഭാര്യമാരുടെ തലയിലായിരിക്കും വന്ന് ചാർത്തപ്പെടുക കേട്ടോ. നമ്മളിതിൽ എന്താണ് പ്രശ്നം അല്ലെങ്കിൽ എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അവസാനം കറങ്ങി തിരിഞ്ഞ് അത് എത്തി നിൽക്കുന്നത് എപ്പോഴും ഭാര്യമാരുടെ തലയിലായിരിക്കും. കുട്ടികളൊന്ന് വീണാൽ, അവർ ഓടിക്കളിച്ച് അവർ തനിയെ വീണാൽ വെറുതെ പറയും ഒന്ന് സൂക്ഷിച്ചൂടായിരുന്നോ എന്ന് പറയും. ആക്ച്വലി അവിടെ നമ്മൾ ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഒത്തിരി 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 സന്ദർഭങ്ങൾ നമ്മൾ ഓരോരുത്തരും ഫേസ് ചെയ്യുന്നുണ്ടാവും. ഒന്ന് ആലോചിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും, കുട്ടികളുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇത്. പ്രത്യേകിച്ച് ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്തില്ല, അല്ലെങ്കിൽ നമ്മൾ നേരെ പഠിപ്പിച്ചില്ല എന്നുള്ള കാര്യങ്ങളായിരിക്കും സാധാരണ എല്ലാവരും പറയാറുള്ളത്. പക്ഷേ അവിടെ നമ്മുടെ തെറ്റാ എന്താണെന്ന് എത്ര ആലോചിച്ചാലും നമുക്ക് പിടികിട്ടില്ല കേട്ടോ. അത് വേറൊരു വശമാണ്. അത് മാത്രമല്ല, ഇനി ചില ആൾക്കാരുണ്ട്, നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ഒരു തെറ്റ് അവർ ചൂണ്ടിക്കാണിക്കുകയാണ്. ആക്ച്വലി അത് നമ്മുടെ തെറ്റല്ല, പക്ഷെ അവരത് ചൂണ്ടിക്കാണിക്കേണ്ടത് ഇത് നിൻ്റെ തെറ്റ് തന്നെയാണ്, ആ കുട്ടി വീണത്, ആ കുട്ടി പഠിക്കാത്തത് നിൻ്റെ തെറ്റ് തന്നെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു 1.5-2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കുറ്റം പറച്ചിലുകൾ ഇരുത്തി കേൾക്കേണ്ടി വരും കേട്ടോ. നമ്മളൊരു ഭാഗത്ത് ഇരുത്തി അവർ പറയുന്നത് മുഴുവൻ നമ്മൾ എന്താ പറയുക, തിരിച്ച് ഒരു മറുപടി പോലും പറയാതെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും. ഇനി അബദ്ധവശാൽ എന്തെങ്കിലും മറുപടി പറഞ്ഞു എന്നിരിക്കട്ടെ, എങ്കിൽ പിന്നെ തീർന്നു. സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് എനിക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ വേണ്ട, ഇവിടെ ഇത് സംഭവിച്ചു കഴിഞ്ഞു, ഇത് എപ്പോഴും നിൻ്റെ ഭാഗത്ത് വരുന്ന തെറ്റ് തന്നെയാണ്, ഇത് നീ ശ്രദ്ധിക്കാത്തതാണ്, നിനക്ക് ചൈൽഡിഷ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്, ഇമ്മെച്യൂർഡാണ് നീ, ഭയങ്കര ഇമ്മെച്യൂർഡാണ്. ഇങ്ങനെ ഒരുപാട് 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 ക്രിറ്റിസിസംസ് ആണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ശരി എന്താണെന്ന് പറയാവുന്ന ഒരു സാഹചര്യം പോലും തരാറില്ല കേട്ടോ ഇവരൊന്നും തന്നെ. എന്നാൽ അവരുടെ ഭാഗത്തുള്ള ഒരു തെറ്റ് നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ചു നോക്കൂ, പേടിക്കണ്ട, വെരി നെക്സ്റ്റ് മൊമെൻ്റ് ആ തെറ്റ് പോലും കറങ്ങി തിരിഞ്ഞ് വേറൊരു രീതിയിൽ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യുന്ന രീതിയിലോട്ട് അതെത്തും. അപ്പോൾ എന്താ പറയുക, നമ്മളൊരു കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒബേ ചെയ്യേണ്ട രീതിയിലോട്ട്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ, ലൈഫിൻ്റെ കുറച്ച് പ്രാരാബ്ധ ഫേസിലോട്ടൊക്കെ കടന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായി മാറുകയാണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസോ അതും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, തിരിച്ചു പറയുന്ന ഒരാളോ ഭയങ്കര സ്റ്റേൺ ആയിട്ടുള്ള ഒരാളോ ഒക്കെ ആണെങ്കിൽ പോലും ഇവരതൊന്നും സപ്പോർട്ട് ചെയ്യില്ല. ഇവർക്ക് വേണ്ടത് ഇവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന നല്ല ബൊമ്മയായിട്ടിരിക്കുന്ന ഒരാളെയാണ്. ശരിയല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒന്ന് ആലോചിക്കൂ കേട്ടോ. ചില സമയത്തൊക്കെ നമുക്ക് പ്രതികരിക്കേണ്ടി വരും അല്ലേ?